ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ രണ്ട് അക്കങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്പർ 3യും ഒന്ന് നമ്പർ 7ഉം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു നമ്പർ സെലക്ട് ചെയ്തതിനോടൊപ്പം തന്നെ ഏത് വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ സിറ്റുവേഷൻ, ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ്, ആ വ്യക്തിയുടെ ക്യാരക്ടർ, ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നമ്പർ 1, അതായത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്പർ 3, മൂന്നാമത്തെ കാർഡ്, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ, 3 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ, നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണ്? 3. ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? നമ്പർ 3. ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികളുടെ നമ്പർ 3. ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികളുടെ കാർഡുകൾ കുറച്ചധികം കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികൾ ആരാണ്? ആ വ്യക്തികളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങൾക്കാരാണ്, ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കാർഡ്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്പർ 1, അതായത് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നേടാനുള്ളതെല്ലാം ഈ വ്യക്തി നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കിട്ടാനുള്ളതെല്ലാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട്, അല്ലെങ്കിൽ പണമായാലും അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ആരെ താങ്ങി നിൽക്കുന്നൊരു സ്വഭാവക്കാരനായിട്ട് അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ വ്യക്തി മാനസികപരമായിട്ടും അതിനോട് താല്പര്യം, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം, എല്ലാം കയ്യിലുണ്ടെങ്കിൽ പോലും അതും നോക്കി നിന്നതിന് ശേഷം ഈ വ്യക്തിക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല. ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ എല്ലാം ഉണ്ട് എങ്കിൽ പോലും അത് വെച്ച് എങ്ങനെ യൂസ് ചെയ്യണം, അത് എന്താണെന്ന് അറിയാത്തൊരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഡിപ്പെൻഡൻസി ആയിട്ട് കാണാൻ പറ്റും. ഒരു പാവം ഒരു വ്യക്തിയാണ്. ആൾക്കാർക്ക് എങ്ങനെ കളിപ്പിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യണം. മേ ബി എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയുടെ കയ്യിൽ പൈസ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നേടാൻ പറ്റുന്ന ഒരു ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഒരു കുലീനത, ഭയങ്കരമായിട്ടും ഒരു പാവം വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ആരെയാണോ 3 നമ്പർ വിചാരിച്ചിരുന്നത് അവർ ഭയങ്കരമായിട്ടൊരു പാവം വ്യക്തിയായിട്ട്, മാനിപ്പുലേറ്റിൽ ചെയ്ത് വീഴ്ത്താൻ അറിയാമെന്നുള്ള വ്യക്തിയായിട്ട് കുറേ അധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി സ്വന്തമായിട്ട് കുറേ അധികം പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറേ അധികം കാര്യങ്ങൾ നേടിവെക്കും. സ്വന്തമായിട്ട് ഓഫീസിൽ പോയി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറേ അധികം ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എനർജി ആയും കുറേ അധികം കാര്യങ്ങൾ നേടിവെച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും അതൊക്കെ കൊണ്ടുപോകാനും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിഞ്ഞൂടാതെ, നിങ്ങൾക്കറിയാം അത് ആ വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് ആ വ്യക്തിക്ക് അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആണ്, അതായത് എന്തെങ്കിലും ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ടും ആ വ്യക്തി, നിങ്ങളിപ്പം മേ ബി ഭയങ്കരമായിട്ടൊരു ഹാർഡ് വർക്കാണ്, ഓടി നിന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് ജോലി ചെയ്താലും അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ആ വ്യക്തിക്ക് ഉണ്ടാകും. അതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തി അതിൽ മാത്രമായിരിക്കും 100% കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 100% ജോലി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ പരമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എന്ത് ജോലിയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ഈ വ്യക്തി ചെയ്യുന്നത്, അതിൽ 100% പെർഫെക്ഷനും 100% ആത്മാർത്ഥതയും കൊടുത്ത് ക്ലിയറൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ.
അതേപോലെ തന്നെ ചില ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫസ്റ്റ് നമ്പർ 3 സെലക്ട് ചെയ്ത് ചില ആൾക്കാർ ഉദ്ദേശിച്ച വ്യക്തിയുടെ ചില സ്വഭാവക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അലസമായ ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എല്ലാം ഉള്ള പൈസ അല്ലെങ്കിൽ ഉള്ള എല്ലാം തീർത്തതിന് ശേഷം എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളൊരു വ്യക്തിയായിട്ട് മേ ബി എനിക്കിത് കുറേ അധികം കാണാൻ പറ്റും. നിങ്ങളുടെ കുറേ അധികം ഹസ്ബൻഡ് എനർജി ഇവിടെ കിട്ടുന്നുണ്ട്, കുറേ ഹസ്ബൻഡ് എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഉള്ളതെല്ലാം യൂസ് ചെയ്ത് തീർത്തതിന് ശേഷം ദൈവം എവിടെ നിന്നെങ്കിലും കൊണ്ടുതരും, അതും കാത്തിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുതരും, അതും കാത്തിരിക്കാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും വിഷമിച്ചും അലസമായിട്ടും യൂണിവേഴ്സിലൂടെ കെഞ്ചെന്ന് കുറേ അധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇങ്ങനത്തെ ഒരു കാറ്റഗറീനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ കൊണ്ട് കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ ആയിരിക്കാം ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ മുന്നേ ഇവർ ചെയ്ത നന്മകളായിരിക്കാം എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിൽ ഒരു നന്മ തോന്നി കൊണ്ട് കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു. കുറേ അധികം ആൾക്കാർ അങ്ങനെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ ഈ വ്യക്തി സ്വന്തമായിട്ടും ലേറ്റപ്പ് ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. അതായത് സ്വന്തമായിട്ടുള്ള പർപ്പസ്, സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസ്, എന്താണോ ആ വ്യക്തിയുടെ പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ പാഷൻ, എന്താണ് ആ വ്യക്തിയുടെ ക്രിയേഷൻ, അത് കണ്ടുപിടിച്ച് അതിലോട്ട് പോകുന്നതിനായിട്ടുള്ള ലേറ്റപ്പ് ഈ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് ആരെയും തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവരുടെ സ്വന്തം പർപ്പസ് കണ്ടെത്തി അതിലോട്ട് പോകാൻ വേണ്ടി കരുത്തുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുറച്ചധികം ഡിലേ ആവുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ക്ഷീണിക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റും. എന്ത് കാര്യത്തിലാണ് ഇറങ്ങുന്നത് അത് ആ കാര്യത്തിൽ കുറേയധികം ക്ഷീണം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി അല്ലെങ്കിൽ കുറേ അധികം 3 നമ്പർ സെലക്ട് ചെയ്ത കുറേ അധികം വ്യക്തികൾക്ക് ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് കുറേ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ഒരു ടിൻ ഫ്ലെയിം ജേണി കണക്ഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധം, ചിലപ്പം മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആശയങ്ങൾ, ഭയങ്കര നെഗറ്റിവിറ്റി ആ വ്യക്തിയുടെ കയ്യിൽ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയം ആ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾ ഹീലാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മാത്രമായിരിക്കും ട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മാത്രമായിരിക്കും വിശ്വാസമുള്ളായ്മ. കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് അത്രയും ജെനുവിനാണ്. ഈ വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ എത്ര ഉപദ്രവിച്ചാലും, നിങ്ങൾ എത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലും, എത്ര ഇത് ഡൗൺ ആക്കിയാലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതിന് കാരണവും നിങ്ങൾ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ബന്ധമാണ്. കാരണം നിങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം, മേ ബി ഭയങ്കരമായിട്ടുള്ള സെക്ഷൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഈ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം എന്താണ് എനിക്ക് ഇത്ര ഫിസിക്കലായിട്ടുമുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം എന്താണ് എനിക്കിങ്ങനെ ഒരു എല്ലാ വീടും മറന്ന്, അതായത് ഫാമിലിയും മറന്ന്, എല്ലാം മറന്ന് എനിക്കിത്ര ലയിച്ചു പോകാൻ പറ്റുന്നത് എന്താണ് എന്ന് അറിഞ്ഞൂടാത്ത തരത്തിലുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്തൊരു കണക്ഷൻ ഇതിൽ കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. മേ ബി ഐ തിങ്ക് നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് കൂടെ ഒരു ടിൻ ഫ്ലെയിം ജേണി കണക്ഷൻ, അല്ലെങ്കിൽ സോൾമേറ്റ് ഒരു കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എൻ്റെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് പ്യുവറായിട്ടുള്ളൊരു റിലേഷനായിട്ടും കുറേ അധികം ആൾക്കാർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഈ വ്യക്തിയിൽ നിന്നും എന്ത് കിട്ടിയാലും നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു. കുറേ അധികം വ്യക്തികൾ നിങ്ങളെ ഭയങ്കരമായിട്ടും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ വ്യക്തികൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഒരു ആണത്വം ഉള്ളൊരു, ഈ വ്യക്തി വളർത്തുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത്രയും ബൾക്കായിട്ടുള്ളൊരു എനർജിയാണ് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ വ്യക്തി ആവശ്യമുള്ളതിനൊക്കെ യൂസ് ചെയ്യും, നിങ്ങളെ വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത്ത് ഉണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഈ വ്യക്തി യൂസ് ചെയ്യും. ഈ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്നൊരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഇറങ്ങി ചെയ്യുന്ന അൾട്ടിമേറ്റ് എന്താ പറയുക, ഒരു ഇവിൾ എനർജി ആയിട്ട് കാണാൻ പറ്റും. ആ വ്യക്തിയുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്ത് നിങ്ങളെ ചണ്ടിയാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഈ വ്യക്തി നിങ്ങളെ എന്തിനാണ്, നിങ്ങൾക്ക് ആഹാരം തരും, അതേപോലെ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം നിങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് അത്രയും പവറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സ്ട്രെങ്തും പവറും എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് യൂസ് ചെയ്യാനുള്ള പവർ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഭയങ്കര ബുദ്ധിശാലിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിക്ക് ഡ്രസ്സ് ചെയ്തും ഏത് രീതിക്ക് എന്തും നിങ്ങൾക്ക് തരാം. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് ഫിസിക്കൽ ബോഡി വരെ നിങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുറേ അധികം ആൾക്കാർ കാണാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും അധികം ആ വ്യക്തി ആരാധിക്കുന്നുണ്ട്, അത്രയും അധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത്രയും അധികം നിങ്ങളെ പരിപാലിക്കുന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളൊരു എന്താ പറയുക
ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ടേക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു കാലത്തും ഈ വ്യക്തി ആർക്കും വിട്ട് കൊടുക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ വിട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ വിട്ട് കൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. കാരണം അത്രയും അധികം നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കോൾ ചെയ്യുക, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, ഭയങ്കര ഫുഡ് കഴിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക, പൈസ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മേടിച്ചെടുക്കുക, പൈസ മേടിച്ചെടുക്കുക, കാർ, അങ്ങനത്തെ ഉള്ള കുറേയധികം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചിലവാക്കിയതായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം വ്യക്തിയുടെ സിറ്റുവേഷൻ, നിങ്ങൾ 3-ാം നമ്പർ സെലക്ട് ചെയ്ത വ്യക്തിയുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും വഴക്കുണ്ടാക്കുന്ന സിറ്റുവേഷൻ, ഫാമിലി ഇഷ്യൂസ് ഈ വ്യക്തിയുടെ വീട്ടിൽ പതിവായിട്ടുള്ളവരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ കേസിന് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് പ്രഷർ ആവുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആ ഒരു എനർജി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ എനർജി കളയണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു പ്രഷർ അടി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ആ ഒരു വിഷം ഉള്ളിൽ കിടക്കുന്ന ഒരു നെഗറ്റീവ് എനർജി വിഷം കളയണമെന്നുണ്ടെങ്കിൽ ഒരു അടി ഉണ്ടായാലും ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വ്യക്തിക്ക് അതിൽ നിന്നും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ വ്യക്തിയുടെ കാര്യം ഓർത്തിട്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്ക് പൈസ കൊണ്ട്, കുറേയധികം ആൾക്കാർക്ക് പൈസ ഉണ്ട്. മേ ബി നിങ്ങളുടെ മക്കളായിരിക്കാം, മേ ബി നിങ്ങളുടെ റിലേഷനായിരിക്കാം. പൈസ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരം കാണിച്ച് നടക്കുന്ന കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഉണ്ട് എങ്കിൽ പോലും കുറേ പൈസ കരുതണം, പക്ഷേ മോൻ നന്നാവുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് നന്നാവുന്നില്ല, പൈസ കൊടുത്തതിന് ശേഷം ഭാര്യ നന്നാവുന്നില്ല. അങ്ങനത്തെ ഉള്ള കുറേ അധികം എനർജീസ് എനിക്കിവിടെ കിട്ടുന്നു. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ കാണുന്ന ആൾക്കാരുടെ ഫാമിലി എനർജി ആയിരിക്കാം, നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ കുറേ പൈസ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തികൾക്ക് എവിടെ നിന്നൊക്കെ പൈസ വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെ പൈസ ഒപ്പിക്കാൻ അറിയാം, പക്ഷേ ചോദിച്ച് കടം കുത്തിപ്പിടിച്ച് വാങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ അധികം എനർജീസ് ഇവിടെ കാണാം. പക്ഷേ വീട്ടിൽ നിന്നൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വിഷമം, ഫാമിലി ഇഷ്യൂസ് ഭയങ്കര വിഷമമായിട്ട് കാണുന്നത്. പക്ഷേ ഈ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിനോടും ഭയങ്കര ക്രൂക്കഡ് മൈൻഡായിട്ട്, എല്ലാത്തിനോടും ഭയങ്കര ചോദിച്ച് ദേഷ്യപ്പെട്ട് വാങ്ങുന്ന ഒരു ക്യാരക്ടർ. മേ ബി ഐ തിങ്ക് കുറേയധികം പുതിയ എനർജീസ്, പുതിയ ജനറേഷനിലുള്ള എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കണക്ക് തന്നെ എന്താ പറയുക, വീട്ടിൽ ഭയങ്കരമായിട്ടും അമ്മയായിരിക്കും കൂടുതലധികം കാര്യങ്ങളിൽ നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും എന്താ പറയുക, എല്ലാം ഉണ്ട് ഈ വ്യക്തിക്ക് എങ്കിൽ പോലും എന്തൊക്കെയോ ഭയങ്കര ദേഷ്യം കാര്യങ്ങൾ അങ്ങനത്തേക്കുള്ള എനർജി ആയിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വ്യക്തിക്ക് എന്ത് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ്സും, ആരുടെ പരാതിയും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു പ്രശ്നവും ഉള്ള ക്യാരക്ടേഴ്സ് അല്ല. ഇപ്പം നിങ്ങൾ 3-ാമത്തെ നമ്പർ സെലക്ട് ചെയ്ത വ്യക്തിക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, എന്ത് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള സ്വഭാവക്കാരനോ അല്ലെങ്കിൽ സ്വഭാവക്കാരിയോ അല്ല. കാരണം ഈ വ്യക്തി കടന്നു വന്ന സാഹചര്യം, ഈ വ്യക്തി അനുഭവിച്ച സിറ്റുവേഷൻസ്, അനുഭവങ്ങളൊക്കെ ഭയങ്കര വലുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ഈ വ്യക്തി ഹാൻഡിൽ ചെയ്യാൻ വെറുതെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ വ്യക്തി ആര് കുറ്റം പറഞ്ഞാലും, ആരെന്ത് ചെയ്താലും ഈ വ്യക്തിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അതെല്ലാം മൈൻഡിൽ വയ്ക്കാണ്ട് അതൊക്കെ കൊണ്ട് കളയാനും, ആ എനർജീസൊക്കെ നെഗറ്റിവിറ്റിയൊക്കെ കൊണ്ട് വേസ്റ്റ് കണക്ക് കൊണ്ട് കളയാനും ഉള്ളൊരു പ്രാപ്തി വ്യക്തിക്ക് ജന്മന ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. കാരണം ഈ വ്യക്തിയോട് നല്ലൊരു ജന്മമായതുകൊണ്ട് തന്നെ ഈ വ്യക്തിയും നല്ലൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജന്മം നന്നായിട്ട് കാര്യമില്ല, ആ ജന്മം ജീവിക്കുന്ന വ്യക്തിയും നന്നാവണം എന്നുള്ള റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് ഈ വ്യക്തി എന്ത് കാര്യങ്ങളും ഭയങ്കര ക്രൂക്കഡ് മൈൻഡായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പ്, അല്ലെങ്കിൽ ഭയങ്കര ശേഷിയുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ലേഡീസിനാണ് എനിക്കിവിടെ കൂടുതലും കാണാൻ പറ്റുന്ന എന്ത് പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കുറേയധികം കാർമിക് സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും. അവിടെ നടി, ഇവിടെ നടി, എല്ലാ സ്ഥലത്തും അടി, പല രീതിക്കുള്ള അടി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. മേ ബി ഇവർക്ക് തന്നെ അറിയത്തില്ലായിരിക്കും എന്തിനാണ് ഈ സിറ്റുവേഷനിലൂടെ ഇവിടെ കടന്നു പോകുന്നത്, എന്തിനാണ് ഈ ഒരു ടൈം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്തിനാണ് അവർക്ക് കൊടുത്തതെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്ഥലത്തുനിന്നും സൈക്കിക് അറ്റാക്ക്, എല്ലാ സ്ഥലത്തുനിന്നും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റീസ്, എല്ലാ സ്ഥലത്തുനിന്നും പ്രശ്നങ്ങൾ, പൈസ പ്രശ്നങ്ങൾ, ആ പ്രശ്നം, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്ന്. ഫാമിലി ഇഷ്യൂസ്, സ്പിരിച്വാലിറ്റി, ഫ്രണ്ട്സിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേയധികം ആൾക്കാർ എന്താ പറയുക, മേ ബി ഐ തിങ്ക് നിങ്ങൾ വളർത്തി വെച്ചേക്കുന്നതായിരിക്കാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കാം ആ വ്യക്തിക്ക്. മേ ബി നിങ്ങൾക്ക് തരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻ ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തേണ്ട രീതിക്ക് ഈ വ്യക്തിയെ നിർത്താത്തത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറേയധികം വ്യക്തികൾ നിങ്ങളെ കാണുന്നത്
ഒരു ഡൗൺ അല്ലെങ്കിൽ ഒരു ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ, ഒന്നിനും വേണ്ട നിങ്ങളെ യൂസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാർ യൂസ് ചെയ്ത് എന്താ പൈസ മുതലാക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളെ മുതലാക്കുക. ഫിനാൻഷ്യലി കുറേയധികം കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞില്ല ഒരു നിങ്ങളുടെ എനർജി മാറി കയറുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കമ്പനിയിൽ നിൽക്കുന്ന നിങ്ങളുടെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓണർ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ മനസ്സിൽ വിചാരിക്കുന്ന തേർഡ് പാർട്ടി, ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടായിരിക്കാം. ആ വ്യക്തി നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജി കൊടുത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഹൈപ്പായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്, നിങ്ങൾക്ക് മേളിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കുന്ന ടൈം, ആ വ്യക്തിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആ വ്യക്തി ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഐ തിങ്ക് എനിക്ക് കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഡിപ്രഷൻ അടിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കരയുക, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ടൈം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി നോർമലി ആ വ്യക്തിയിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം സംസാരം വഴിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ പോയാലും 70 കലോറി എനർജി നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ നഷ്ടമായിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നിങ്ങൾക്കറിയാൻ പറ്റില്ല അത് ഏത് എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം കൂടുതലധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഉള്ള ലൈഫിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂം തരാത്ത വ്യക്തികളുടെ അടുത്ത് പോയി നിന്നിട്ട്, അല്ലെങ്കിൽ വാല്യൂ തരാത്തൊരു വ്യക്തികളുടെ അടുത്ത് പോയി നിന്ന് നിങ്ങൾ ഡിപ്രഷനായി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അവർ എനർജി വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. രണ്ടാമത്തെ പൈലിലോട്ട് പോവാം. ഹലോ ഗൈസ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 7 സെലക്ട് ചെയ്ത വ്യക്തിയുടെ കാർഡ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 7 രണ്ടാമത്തെ ചിത്രമായ നമ്പർ 7 സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഞാൻ കാർഡ് നോർമൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഷഫിൾ ചെയ്ത സമയത്ത് എൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് തറയിൽ പോയി ബ്ലറായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നേ ഷഫിൾ ചെയ്യാൻ നിൽക്കില്ല. കാരണം കറക്റ്റ് കാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഒന്നുകൂടെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എനർജി കയറുന്നത് കൊണ്ട് ഞാൻ പിന്നെ കറക്റ്റ് റീഡിങ് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ സൈക്കിക് എബിലിറ്റി, ഈ വ്യക്തിയുടെ ക്രൂക്കഡ് മൈൻഡ്, ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എങ്ങനെ ഒരാളെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്പർ 7 സെലക്ട് ചെയ്ത് നിങ്ങൾ ആരെയാണോ സെലക്ട് ചെയ്ത്, ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഏഞ്ചൽ പവർ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ബുദ്ധി എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള കുരുട്ട് ബുദ്ധി കാണും. സൈക്കിക് എബിലിറ്റി, ഈ വ്യക്തിക്ക് എങ്ങനെ ആൾക്കാരെ ആകർഷിക്കണം, എങ്ങനെ ആൾക്കാരെ കയ്യിലോട്ട് എടുക്കണം എന്നറിയാമെന്നുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി വിചാരിക്കുന്ന കണക്ക് ഈ വ്യക്തിക്ക് ആൾക്കാരെ യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ടും അറിയാമെന്നുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ 7 ഭയങ്കരമായിട്ട് ലേറ്റനിങ് ഉള്ളൊരു വ്യക്തിയാണ്. അതായത് ആരടുത്തും ഒരു ഇമോഷണൽ അറ്റാച്ച് ഈ വ്യക്തിക്ക് കാണത്തില്ല. ആ വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കി പോകുന്ന ഒരു സ്വഭാവക്കാരനായിട്ട്, അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ടാണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് എന്താണ് ആവശ്യമുള്ളത് ആ വ്യക്തി ആ സമയത്ത് വരിക, അല്ലെങ്കിൽ പൈസയാണ് ആവശ്യമുണ്ടെങ്കിൽ പൈസ വന്ന് മേടിക്കുക, അല്ലെങ്കിൽ സെക്സ് ആണ് അങ്ങനെ അതാണെങ്കിൽ ആ ടൈമിൽ വന്ന് മേടിക്കുക, ഫുഡാണ് വേണ്ടത് ആ സമയത്ത് ഒന്ന് മേടിക്കുക, അങ്ങനത്തെ ഉള്ളൊരു മൈൻഡായി കാണും. ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം ആ വ്യക്തി അതിനനുസരിച്ച് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് അതെല്ലാം നേടിക്കൊണ്ട് പോകുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലാത്ത സമയം നിങ്ങൾ ആ വ്യക്തിയെ അങ്ങോട്ട് തേടി, പക്ഷേ നിങ്ങൾക്കായിരിക്കും കൂടുതലും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിക്ക് നിങ്ങൾക്കോട് ഒരു താല്പര്യമില്ല. ആ വ്യക്തി കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ളൊരു എനർജി, അതായത് ഭയങ്കര ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, ഭയങ്കര ബുദ്ധി, വെൽ സെറ്റിൽഡ് ആയിരിക്കാം, ഭയങ്കര ജോലി ആയിരിക്കും. പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഭയങ്കരമായിട്ടും ഇങ്ങോട്ടടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്താണ് ഈ വ്യക്തിയുടെ ക്യാരക്ടർ എന്ന്. മനസ്സിലാവാത്തൊരു സ്വഭാവക്കാരന് അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ വ്യക്തി ഒരു മാനസികപരമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര അടുപ്പമുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി, അല്ലെങ്കിൽ ഇമോഷണലാവും നിങ്ങൾ ഈ വ്യക്തി അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വ്യക്തി അടുത്ത്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണൽ അറ്റാച്ചുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവക്കാരനെ അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റണമെന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ചില ആൾക്കാരുടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ഇവരുടെ മനസ്സിൽ ഭയങ്കര വലിയ ആളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ വ്യക്തി കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ മേടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്കുമായിട്ടുള്ളൊരു ഇതുണ്ട്, എന്തോ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് മാത്രമാണ് വാല്യൂ ഉള്ളത് ഈ വ്യക്തിയുടെ അടുത്ത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്താണ് കുറച്ച് ജെന്യൂനായിട്ട് നിൽക്കുന്നത്. ഭയങ്കര മടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാത്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുമായിട്ട് കറങ്ങാൻ വരാത്തൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഭയങ്കരമായിട്ടും ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ഭയങ്കര എല്ലാമാണ്. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തി ഒന്നുമല്ല എന്നാണ് കാണുക. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള കുറേയധികം സിറ്റുവേഷൻസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം കുറേ അധികം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല, കുറേ അധികം സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാത്തത് കൊണ്ട് മേ ബി നിങ്ങളുമായിട്ട് ഇപ്പോൾ വരാത്തതിന് കാരണം ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഭയങ്കര വലുതാണ്. ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, ലവ് പ്രശ്നങ്ങളുണ്ട്, മെൻ്റൽ പ്രശ്നങ്ങളുണ്ട്, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സൈക്കിക് അറ്റാക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫുഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മെൻ്റലുള്ള പ്രശ്നങ്ങളുണ്ട്, ഹ്യൂമൻ ബോഡി പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തുള്ള കുറേ അധികം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വരാണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ കുറേയധികം പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കണം. കുറേയധികം സ്വപ്നം കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി കുറേയധികം സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. കുറേയധികം ഡാർക്കും ടെൻഷനും ആങ്സൈറ്റി അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ കാരണം ഈ വ്യക്തിക്ക് ഒന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കോർണർ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് കുറേ കമ്പെടുത്ത് എറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേയധികം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ആഞ്ഞടിച്ച് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങൾ നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നില്ല. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി എഴുതി വെച്ച റിലേഷൻ അല്ലെങ്കിൽ ഓൾറെഡി എഴുതി വെച്ച ടൈം, ഓൾറെഡി എഴുതി വെച്ചൊരു ഈ ഒരു ഗണങ്ങൾ തീരുമാനിക്കണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീരുമാനിക്കുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു ടൈം ട്രാവലർ പോലെ, ഒരു ലൂപ്പ് പോലെ മാറി കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു റിലേഷൻ കഴിഞ്ഞ് അതേ സിറ്റുവേഷൻ തന്നെയാണ് അടുത്ത റിലേഷനും, അതേ സിറ്റുവേഷൻ തന്നെയാണ് അടുത്ത റിലേഷനും, അതേ സിറ്റുവേഷൻ തന്നെയാണ് അടുത്ത റിലേഷനും. ഒരു ലൂപ്പ് പോലെ കൊണ്ടുപോകുന്ന മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ജീവിതം പോകുന്നത് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് അടുത്ത സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് അടുത്ത സിറ്റുവേഷൻ, ഇതേ സിറ്റുവേഷൻ തന്നെയാണ് മാറിപ്പോയിക്കൊണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണക്റ്റഡ് ആവും ഈ ഒരു കാര്യം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ആൾക്കാരുടെ ക്യാരക്ടറല്ല. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി, നിങ്ങൾ ലോക്കാക്കി വെച്ചേക്കുന്ന മാനിഫെസ്റ്റ് എനർജി മാറ്റിയിട്ട് പുതിയ മാനിഫെസ്റ്റ് എനർജി കൊണ്ടുവരണം. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? പക്ഷേ നിങ്ങൾ ചമ്മണം മുട്ടിയിരുന്നതിന് ശേഷം നിങ്ങളുടെ മൂലാധാര എന്ന് പറഞ്ഞാൽ, അതായത് ഈ നട്ടലിൻ്റെ ലാസ്റ്റ് പീക്ക് പോയിൻ്റ് ഉണ്ട് താഴെ ഭാഗം, ഈ ഭാഗത്ത് കോൺസെൻട്രേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൈ ഇങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കൈയിൽ ഇവിടെ ഒരു ബീറ്റ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൈ ഇങ്ങനെയാണ് വെക്കുന്നതാണ്, ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇവിടെ കുറച്ച് നേരം ശ്രദ്ധിക്കും, ഇവിടെ ഒരു ബീറ്റ് വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് 2 എണ്ണം ഇവിടെ കിട്ടും നമുക്ക്. ഈ 2 ബീറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന സമയത്താണ് നിങ്ങളുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്തപ്പം പക്ഷേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒറിജിനൽ മെഡിറ്റേഷൻ അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും നാൾ ഇത് ചെയ്തിട്ട് ഇത് അല്ല മണ്ടത്തരമായി തോന്നുന്നുണ്ടെങ്കിൽ മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഇത് ഇങ്ങനെ നിങ്ങൾ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യണം. നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമ്മാ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു 2 സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ഒരു തുടിപ്പുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ഇടിക്കും, ബീറ്റ് കണക്ക് ഇടിക്കും. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക്, അതായത് മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലെടുത്ത് കൈ കൂടെ എനർജി, നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കളയാൻ പറ്റും. അല്ലെങ്കിൽ അതേ കണക്കിന് കൈ കൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വാരാനും പറ്റും. ഓക്കെ, കുറേയധികം ടിപ്സുകളുണ്ട് അങ്ങനെ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, കുറേ അധികം ആൾക്കാർക്ക് ഇനി ഇവിടെ റിലേഷൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സെക്കൻഡ്, അതായത് 7, ഈ വ്യക്തിയുടെ റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പ്യുവറായിട്ടുള്ള റിലേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് വേണമെങ്കിലും പറയാം. ഭയങ്കരമായിട്ട് 2 കൊച്ചു പിള്ളേരുടെ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജി, 2 കൊച്ചു പിള്ളേർ തമ്മിലുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എനർജി ഇല്ലേ. അതായത് ഈ പഴയ കാര്യങ്ങളെല്ലാം മറന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് നെഗറ്റിവിറ്റി ഉണ്ട്, എന്ത് പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് നിങ്ങൾ വരുന്ന സമയത്ത്, ഈ ഒരു വ്യക്തിയുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു പ്യുവറിലൊരു കൊച്ചായിരുന്നു, 2 പേരും കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ പൂക്കളുണ്ട്, പുഴ ഉണ്ട്, അവിടെ സ്വർഗ്ഗമാണ്. നിങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻ ഭയങ്കരമായിട്ട് സ്വർഗ്ഗം ആയിട്ടുള്ളതും ആവാം, മേ ബി ഇപ്പോഴും ആവാൻ പറ്റുന്ന സിറ്റുവേഷനായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് എന്ത് മേടിച്ച് കൊടുത്താലും നിങ്ങൾക്ക് മതിയാവില്ല. ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് മതിയാവത്തില്ല. കാരണം അത്രത്തോളം ഇഷ്ടം, അത്രത്തോളം മാനസിക, ഈ വ്യക്തി കണക്കുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും കണ്ടും കാണത്തില്ല. അത്രയും അധികം മാനിഫെസ്റ്റേഷൻ അല്ല, അത്രയും അധികം റിലേഷൻ, അത്രയും അധികം പ്യൂരിറ്റി ആയിട്ട് കാണാൻ പറ്റും. കാരണം അത്രയും അധികം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയുടെ അടുത്തുന്ന സമയത്ത് നിങ്ങളൊരു ചൈൽഡ്ഹുഡ് ആയിട്ട് മാറുന്നുണ്ട്. കൊച്ചു പിള്ളേരെ സ്വഭാവക്കാരൻ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ കണക്ക് മാറുന്നുണ്ട്. എന്തിനും ഏതിനും വേണ്ടിയിട്ട് ഈ വ്യക്തിയെ, അതെന്താ പറയുക, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി നിങ്ങൾ കാണുന്ന രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരനായിട്ടിരിക്കും കുറേ അധികം വ്യക്തികൾ ഈ വ്യക്തിയെ കാണുന്നു. ഭയങ്കരമായിട്ട് പ്യൂരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
എന്താ പറയുക, ഒരു രാജകുമാരി, ഭയങ്കരമായിട്ടൊരു പാലസിലെ രാജകുമാരി, ആ രാത്രിയൊക്കെ പാട്ടൊക്കെ കേട്ടിരുന്ന് ഡാൻസൊക്കെ കളിക്കുന്ന, അതൊക്കെ ചിന്തിക്കുന്നുണ്ട്, കുറേ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ കുറേ അധികം ആൾക്കാരെയും കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള അൾട്ടിമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ, ഭയങ്കരമായിട്ടുള്ള ലവ്, ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ഈഗോ സെൻസും കാണുന്നുണ്ട്, ഇഷ്ടം പോസിറ്റീവ്നെസ്സും കാണുന്നുണ്ട് ഈ റിലേഷൻ. അതേപോലെ തന്നെ സെക്കൻഡ് ബെൽ, ഏഴാമത്തെ റിലേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തന്നെ എന്തൊരു കൊടുക്കൽ വാങ്ങൽ റിലേഷനായിട്ട് കാണാം. ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധം കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്യൂരിറ്റി ആയിട്ട് ഭയങ്കര റിലേഷനായിട്ട് ജീവിക്കുന്നുണ്ട്. കുറേയധികം ആൾക്കാർ സെയിം ക്യാരക്ടർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു സെയിം ക്യാരക്ടർ, നിങ്ങളുടെ സെയിം വൈബായിരിക്കാം, നിങ്ങളുടെ സെയിം ഒരു എനർജി ആയിരിക്കാം, നിങ്ങളുടെ മെൻറ്റാലിറ്റി ആയിരിക്കാം, സൈക്കിക് എബിലിറ്റി. ചിലപ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കാം നിങ്ങൾ ഓപ്പോസിറ്റ് കാണുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി കണക്ഷൻ തോന്നിക്കാണും, ക്ലാരിറ്റി ഉണ്ടായിരിക്കാം, സംസാരത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കാം. ഈ വ്യക്തിയോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ ഇത് കേൾക്കുന്നു, ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കേൾക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഹീലിംഗ് പർപ്പസ് നടത്താനായിരിക്കാം. അതായത് നിങ്ങൾക്കൊരു ഹീലർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാൾ എന്നുള്ള രീതിക്കായിരിക്കും ഈ വ്യക്തി കുറേ അധികം ആൾക്കാരുടെ ലൈഫിലോട്ട് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വീട് മറക്കുന്നു, നിങ്ങൾ ഫാമിലി മറക്കുന്നു, എല്ലാം മറന്ന് നിങ്ങൾ തമ്മിലുള്ളൊരു ലോകം നിങ്ങൾ കെട്ടിപ്പടുത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെയിം അതേ ഒരു വിഷയം തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറേ അധികം എനർജി, ചെറിയൊരു എനർജി കാണണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കണം, വേറൊരു വീടെടുത്ത് താമസിക്കണം, അതേപോലെ തന്നെ ഒരുമിച്ച് താമസിക്കണം, മക്കൾ വേണം എന്നൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങളാണ്. പാസ്റ്റ് ലൈഫിലുള്ള ആഗ്രഹങ്ങൾ പുതുതായിട്ട് വരുന്നൊരു റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നു. കുറേ അധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അനദർ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒഴിവാക്കി, വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് ഒഴിവാക്കി അതിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പ്യൂറായിട്ടുള്ളൊരു, അതായത് നല്ലൊരു ഗ്രാമപ്രദേശം, ആ ഗ്രാമപ്രദേശത്ത് ഒരു വീട് വെച്ച് താമസിക്കുക, ഒരു വയൽ ദൂരത്ത്, അങ്ങനെ നിങ്ങൾ തമ്മിലുള്ളൊരു ലോകം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുക എന്നുള്ളതായിരിക്കും പറയുന്നത്. കുറച്ചും കൂടെ പ്യൂരായിട്ട് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ലോകം നിങ്ങൾ കെട്ടിപ്പടുത്തുക എന്നുള്ളതായിരിക്കും. അവിടെ നിങ്ങളുടെ ലോകം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിതം എന്നുള്ളതായിരിക്കും. ഒരു പ്യൂറായിട്ടുള്ളൊരു എനർജിയും എനിക്കിവിടെ ഈ ഒരു കാർഡ് എടുത്തപ്പോൾ കിട്ടുന്നുണ്ട്. ഭയങ്കരമായിട്ട് പ്യൂറായിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലൈഫായി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരു റിലേഷനും കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ അധികം വ്യക്തികൾക്ക് സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത, അതായത് 7 നമ്പർ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത്, ഈ വ്യക്തി എന്തൊക്കെയോ അന്വേഷിച്ചു പോകുന്നുണ്ട്, എന്തൊക്കെയോ രഹസ്യം അന്വേഷിച്ചു പോകുന്നുണ്ട്, എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ എത്തുമ്പോൾ തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് തളരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. ഭയങ്കരമായിട്ടും സഞ്ചാരം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സിങ് സെൻസ് ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ് സ്റ്റൈൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡഡ് ആയിട്ട് കുറേ അധികം സാധനങ്ങൾ താണ്ടി കയറി പോകുന്നതിന് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ പകുതിക്കെത്തിയിട്ട് ഈ വ്യക്തി തളരുന്നുമുണ്ട്. ഒരു ഊർജ്ജം ഇല്ലായ്മ ഈ വ്യക്തി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു, എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡൗൺ എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും വിഷമിച്ചുള്ളൊരു എനർജി ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പം ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ബൈൽ ചൂസ് ആൾക്കാർ റീഡിങ്. ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കും പേഴ്സണൽ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിട്ട് കാണാം.